അത് ശ്രീ സുബൈർ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് ഒട്ടും പരിചിതമല്ലാത്ത കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. തെരുവിൽ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഒക്കെ നടക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ റെയ്ഡിനെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. അതായത് റെയ്ഡ് നടത്തിയവർ പോകുമല്ലോ. ഇതിപ്പോ വീണ തൈക്കണ്ടിയുടെ പേരിൽ കേസെടുത്ത് അന്വേഷിച്ചതിന് ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട്, പാർട്ടിക്ക് എന്ത് ബുദ്ധിമുട്ട്? ആദ്യം വന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മോന്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ട് അന്വേഷിച്ചപ്പോ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം തന്നെ രാജിവെച്ച് പോവുകയാണ്. മറ്റു പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെടുന്ന കാര്യമല്ല, എന്റെ പേരിൽ അത് അങ്ങനെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. ഇതിപ്പോ CPM-കാരി വീണയുടെ കേസിൽ ആളും അവളല്ലേ, പിണറായി മുൻ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ നമ്മുടെ വീണ തൈക്കണ്ടി. ആ തൈക്കണ്ടി ഒരിക്കലും ഇതിനെ ഈ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലോ. ഇപ്പൊ എനിക്കൊരു കാര്യം സംഭവിച്ചാൽ എന്റെ വീട്ടുകാരുടെ വിടുക, പുറത്തുനിന്നുള്ള വിടും വേണ്ടപ്പെട്ട കേസാണെങ്കിൽ. ഇതിപ്പോ ഇവര് നിന്നെ തല്ലിപ്പൊളിച്ച വണ്ടി 3-4 വണ്ടി തല്ലിപ്പൊളിച്ചില്ലേ അവര്? ഇത് ആരോ ഒത്താശാല ചെയ്തത്? ഇവരെ ഒത്താശാല, ഇവരെ പിൻവലിച്ചിനാണ് ചെയ്തത്. ഇവര് ഇല്ല, AK സെന്ററിൽ കയറിയിട്ട് എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. നേതാക്കന്മാരെയും അവര് അവിടെ ബാരിക്കേഡ് വെച്ച് നിൽക്കുന്നില്ല, തൊട്ടുള്ള അകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്യണം. എന്തേ പറ്റില്ല അത്? ഈ നയം നടക്കുകയാണ്. പോലീസുകാർക്ക് എന്താ പറ്റാതെ അതിലിടയ്ക്ക് ഒരു SI DSP പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പറഞ്ഞ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് ഞങ്ങൾ പ്രശ്നമില്ലാതെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഫോഴ്സിനെ ഇറക്കാൻ ചെയ്യുന്നത്. ആ സ്വകാര്യം പറഞ്ഞ സാറ് കേട്ടില്ലേ? അപ്പൊ ഈ പോലീസുകാർ പിണറായി വിജയന്റെ പോലീസാണ് അല്ലെ? ഇതില് പിണറായി വിജയന്റെ സഹാക്കന്മാരുണ്ടെങ്കിൽ സഹാക്കന്മാരെ ഒത്താശ ചെയ്ത് കൊടുത്തവർക്ക് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോ 3 വണ്ടി തല്ലിപ്പൊളിക്കുക. ED-യുടെ വണ്ടി അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് ED-യുടെ വണ്ടി അവരോട് റെന്റ് എടുത്ത വണ്ടി, ആ വണ്ടിക്ക് സംഭവിച്ചാൽ കാശ് കൊടുക്കണേ. എല്ലാത്തിനും പിടിച്ച് അകത്താക്കുക, എല്ലാവരും പിടിച്ച് അകത്താക്ക്. പിണറായി വിജയനും മോളെയും ആദ്യം പിടിച്ച് അകത്താക്കണം. അപ്പൊ എല്ലാം പുറത്തേക്ക് വരും. ഇവർ രണ്ടുപേരും ആദ്യം പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് വരും. അല്ലാണ്ട് ഇതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അതിൽ അവകാശമുള്ള ആൾക്കാരുണ്ടല്ലോ, അവകാശമുള്ള ആൾക്കാർ സഹാക്കളെ കംപ്ലീറ്റ് പിടിച്ച് ഒരാളെ അകത്താക്കണമെങ്കിൽ അതിന് നിയമപരമായി എന്തെങ്കിലും അവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനുള്ള ശക്തമായ തെളിവുകൾ കിട്ടണം. അല്ലാതെ വെറുതെ ഒരാളെ ഇഷ്ടമല്ല എന്ന പേരിൽ പിടിച്ചകത്തിടാൻ കഴിയില്ലല്ലോ. പിന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ ഈ കുട്ടികളൊക്കെ പിടിച്ച് അകത്താക്കാൻ വേണ്ടി ഒരു കണ്ണീർ പോരാണ്ട് വരും ഈ നൽകണമെങ്കിൽ. ആ ബേബിനെ വലിച്ചയച്ച് മോശമായി, അത് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. പക്ഷെ ഒരാളെ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ബേബിനെ ഡൽഹിയിൽ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്, ആ മോശമായി. ആള് പ്രായം വന്നൊരു മനുഷ്യനാണ്, പക്വത വന്ന മനുഷ്യനാണ്. ആളങ്ങനത്തെ കാര്യത്തിന് ഇടപെടാറില്ല. ആളൊന്ന് ഇവര് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിന്റെ ചോദ്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, അവന്റെ വീട്ടിൽ നിന്ന് പോയി അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ MA ബേബി, ആ MA ബേബിനെ വരെ വലിച്ചുകൊണ്ടോ ഇവര് അടിച്ച കാരല്ലേ ഇത് സംഭവിച്ചത്? അല്ലെ ഇത് അന്വേഷിച്ച് അവര് പോകുമല്ലോ, അവര് വേറെ നിൽക്കില്ല, പിടിച്ചിട്ടോണൊന്നുമില്ലോ, അന്വേഷിച്ച് പോലും. ഇപ്പൊ സോണിയാഗാന്ധി എത്ര ചോദ്യം ചെയ്ത്, രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്ത്, ഇവിടെ കോൺഗ്രസ്സുകാർ കയറി അടിച്ചാടാ? ഇല്ലല്ല, ഒരാളും കയറി അടിച്ചില്ല. പ്രധാനപ്പെട്ട ചോദ്യം, ഈ രാജ്യത്ത് ED ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ വീടുകളിലും അവർക്ക് നേരെ ലക്ഷ്യമിട്ട് ഒരുപാട് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ED-യുടെ ഒരു കൺവിൻഷൻ റേറ്റ്, അവർ അന്വേഷിക്കുന്ന കേസുകൾ തെളിയിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1% പോലും ഇല്ല. രാജ്യത്തെ ഏറ്റവും ദുർബലമായ, ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ കഴിവുകെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് ED എന്ന് അതിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അന്ന് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പായപ്പോ എന്തെല്ലാം കാര്യം വെച്ചാൽ അതിനുള്ള തെളിവുണ്ടായിരുന്ന ആൾക്കാർ അടിവിറ്റവരൊക്കെ ഭാഗ്യവന്മാര് അല്ലെ? ഈ നവകേരള നടത്തി പോലീസുകാരെ ഇറക്കി അടിച്ച്, DSPക്കാരെ അടിച്ച് തല പൊട്ടിച്ച് എത്ര ആൾക്കാർ ഇപ്പോഴും വയ്യാണ്ട് കിടക്കേണ്ട വീട്ടില് ഇല്ലേ? അതിനെല്ലാം ഇടപെടില്ല. മറുപടി അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇവരിപ്പോ ഇതുകൊണ്ട് അവസാനിച്ചിരിക്കും. ഇവര് ഞങ്ങൾക്ക് ശക്തി ഇല്ലെന്ന്. ശക്തിനെ എന്ത് തെളിയിക്കാതിരുന്നത്? 32 സീറ്റിലേക്ക് എന്തിനാ ഒതുങ്ങിയവര്? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ റെയ്ഡിനെയും ആ റെയ്ഡിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെയും അസാധാരണമായ നീക്കങ്ങളെയും ഒക്കെ കാണുന്നത്? നമസ്കാരം കിരൺ സാറോ. നമസ്കാരമുണ്ട്. നല്ലൊരു പറച്ചില അദ്ദേഹത്തിന്റെ കേട്ടത്. ആദ്യം തന്നെ നന്നായിട്ടുണ്ട്. അപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയന് മക്കളെ ഒന്ന് അകത്താക്കണം എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇറക്കിയിരുന്നു. അങ്ങനെ നിൽക്കുന്ന നേരത്തെ ഇപ്പൊ നമ്മളെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് ഇപ്പൊ അവിടെ പോയിനു. അവിടെ മുകളിൽ പോയിട്ട് കാണാനൊക്കെ സമയമൊക്കെ കിട്ടണ കാത്ത് അവിടെ പോയിട്ട് കിടന്നുറങ്ങിയൊക്കെ റെഡിയാക്കി പോന്നു. അപ്പോ അവരും പറഞ്ഞു ഇങ്ങനെ ഇവരൊന്നും ഇങ്ങനെ ആട്ടണം, അതല്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയാണ്, അപ്പൊ ആ ഇരിക്കുമ്പോ കുറച്ച് പൊന്തും, അപ്പൊ ഒന്ന് താത്തണം എന്നുള്ളവർക്ക് അങ്ങനെ താത്തലുണ്ടാക്കിയതാ. പിന്നെ മാത്രമല്ല
ബഹുമാനപ്പെട്ട ഒരു ചാനൽ പറഞ്ഞു ഇതൊരു തുടക്കം മാത്രം എന്നാണ്. തുടക്കം മാത്രം എന്ന് പറഞ്ഞാൽ സാറ് കേൾക്കണം, തുടക്കം ഈ ED റെയ്ഡ് തുടക്കം മാത്രം. അപ്പൊ ഇനി കുറെ ED റെയ്ഡ് വരാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ശ്രീ മുഹമ്മദ്, എനിക്ക് ഒന്ന് രണ്ട് ചെറിയ സംശയങ്ങൾ കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോയി പ്രധാനമന്ത്രിയെ കാണുക, സംസാരിക്കുക എന്നുള്ളത് എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിന്റെ വികസനത്തിനും അതിന്റെ സാമ്പത്തിക ഇടപാടുകൾക്കും ഒക്കെ ആവശ്യമാണ്. പിണറായി വിജയനും ഇതുപോലെ തന്നെ പോയി മോദിയെ കാണുകയും സംസാരിക്കുകയും ഉപഹാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെയും തമ്മിൽ എങ്ങനെയാണ് ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയോ VD സതീശനൊന്നും അല്ലല്ലോ റെയ്ഡ് നടത്തി ED നിയന്ത്രിക്കുന്നത് BJP അല്ലേ? അപ്പോൾ ആ BJPക്കെതിരെ പറയാതെ, കേന്ദ്ര സർക്കാരിനെതിരെ പറയാതെ ഈ രാഹുൽ ഗാന്ധിക്കും VD സതീശൻ പോയി പറഞ്ഞാൽ അന്നേരം തന്നെ മോദി എന്നാൽ റെയ്ഡ് നടത്തിയേക്കാം എന്ന് പറഞ്ഞു വിടുവോ? അതെന്താണ് താങ്കൾ, അതെന്ത് രാഷ്ട്രീയമാണ്, എന്ത് ലോജിക്കാണ് റെയ്ഡ് നടത്തിയേക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ അതിൽ പല ഉദ്ദേശങ്ങളുണ്ട്. കാരണം വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ, അത് മനസ്സിലാക്കണം. അപ്പൊ ഇനി അവിടുന്ന് ഇനി വല്ലതും കുത്തി പൊന്നിച്ചിട്ട് ഞങ്ങളെ ഭരണത്തിന് തീർപ്പുണ്ടാക്കണ്ട എന്നുള്ളവർക്ക്. പിന്നെ കാർ തച്ചോടിച്ചു എന്ന് പറഞ്ഞു മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഒരു കാറിന്റെ അടുത്ത് ഒരു കട്ട ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിപ്പോ അടുത്ത 5 കൊല്ലത്തിന് അവിടെ ആ കാർ അവിടെ പാറ്റൊക്കെ വേണം. പിന്നെ ഒരു ചാനല് പറഞ്ഞു ഇനി ഞങ്ങളിത് തുടക്കാണ്, എന്നിട്ട് ഇനി ബാക്കി ഞങ്ങൾ ഇനി പിന്നെ വരും. പിണറായി വിജയനും അങ്ങനെയാണ് പറഞ്ഞത്, ഇത് തുടക്കമാണ് എന്നാണ് കരുതുന്നതെന്നാണ് പിണറായി വിജയനും പറഞ്ഞത്. അതും പറഞ്ഞു. അപ്പൊ അത് തുടക്കാണ്. എന്റെ സംശയം ഏതാണ്, ഈ VD സതീശൻ ഇതിനകത്ത് എവിടെയാണ്? VD സതീശനാണല്ലോ ഇതിനെ ED നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ? ഇത് ഡീലാണ്. അത് ഡീല് തിരുവനന്തപുരത്ത് 3 സീറ്റ് ജയിച്ചപ്പോ അത് ഞങ്ങൾ ഡീലാന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് 3 സീറ്റ് ജയിച്ചെടുത്ത് വോട്ട് കുറഞ്ഞത് ആർക്കാണെന്നൊക്കെ മുഹമ്മദ് മഞ്ചേരി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ആര് വെച്ചാ ഡീൽ ഉണ്ടാക്കിയെന്നുള്ളത് അറിഞ്ഞില്ലേ? ശ്രീ മുഹമ്മദ് മഞ്ചേരി, തിരുവനന്തപുരത്ത് അവിടെ BJP ജയിച്ച സ്ഥലത്ത് CPM-നും ഇടതുമുന്നണിക്ക് കുറഞ്ഞ വോട്ടുകളുടെ കണക്ക് കൂടി താങ്കൾ നോക്കുന്നത് നന്നായിരിക്കും. അതുകൂടി നോക്കിയിട്ട് ശേഷം ഈ ഡീലാരോട് ഉന്നയിക്കുന്നതായിരിക്കും നല്ലത്. ശരി, ഓക്കെ. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, സാധാരണ കേരളത്തിന് ഇങ്ങനെ ഒരു സംഭവം പരിചയമില്ല. കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ വീട്ടിലോ ഒരു ED റെയ്ഡ് നടക്കുക, ആ റെയ്ഡിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും ഒക്കെ അത് കേരളത്തിന് പരിചിതമായ ഒന്നല്ല. മറ്റു പല സംസ്ഥാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ രാജേഷാണ് എറണാകുളത്ത് നിന്ന്. രാജേഷ് പറഞ്ഞോളൂ. രാജേഷ് പറഞ്ഞോളൂ. കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. EDയുടെ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SR കമ്പനി കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതിൻ പ്രകാരം റെയ്ഡ് നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഈ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റെയ്ഡിന് ഇത്രയധികം ഭയപ്പെടുന്നതും ഇങ്ങനെ കല്ലെറിയുന്നതും? റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാരെ വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുന്നതും എന്തിനാണ്? ഇത് ഇവർക്ക് ഭയമുണ്ട്, എന്തോ ഭയം കൊണ്ട്. ആ ഭയം കൊണ്ട് ഡീലാണെന്ന് പറയും. BJPയും CPM-ഉം തമ്മിൽ ഡീലാണെന്ന് പറയാ. അതല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ട പ്രവർത്തകരെ കൊണ്ട് വാഹനം തല്ലിപ്പൊളിക്കുക, ഇതുപോലുള്ളതെല്ലാം ചെയ്യുന്നത് ജനാധിപത്യപരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.